അങ്ങനെ 2 ദിവസത്തെ കാനനപാതയിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം പുണ്യ പമ്പയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സ്വാമി കരിമല ടോപ്പിലാണ് അടിപൊളി പൊറോട്ട ഉണ്ടായിക്കൊണ്ടു. സ്വാമി പൊറോട്ട എത്ര ഇവിടെ റേറ്റ്? കരിമല ടോപ്പിൽ 28. സൂപ്പർ പൊറോട്ട, ഫ്രഷ്. രാവിലെ പോയത് രാത്രി നടക്കരുത്. കാനനപാത വഴി ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വരണം, നിർബന്ധമായിട്ടും വരണം. എല്ലാവരും കൊണ്ടുവരുമാണ് കാനനപാത വഴി. അപ്പം അങ്ങനെ മുക്കുഴിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മുക്കുഴിയിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കരിമല കയറിയിട്ട് 2ാം പാർട്ട് കരിമല കയറിയിട്ട് സന്നിധാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുക. ഇപ്പോൾ സമയം 7:30 സ്വാമിയേ അയ്യപ്പന്മാരെ, സ്വാമിമാരെ, അയ്യപ്പ കാണാ. ഇവിടെ തന്നെ ഉണ്ടാവൂലേ? അല്ലേ? അടുത്ത കൊല്ലം വരാം. അയ്യപ്പോ സ്വാമിയേ അയ്യപ്പന്മാരെ, സ്വാമിമാരെ, അയ്യപ്പ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് മുക്കുഴിയിൽ നിന്ന്. ഇപ്പം ഈ കടകളൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ്, വർഷങ്ങളായിട്ട് ഇവർ നടത്തുന്നതാണ്. താഴെ തന്നെ അമ്പലമുണ്ട്. സൗണ്ടൊക്കെ പോയി. നല്ല തണുപ്പാണ്. കാടിൻ്റെ നടുവിലല്ലേ കിടന്നത്. രാവിലെ 7 മണിക്ക് ഇവിടെ ഓപ്പൺ ആക്കുകയുള്ളൂ. ആനശല്യമൊക്കെ ഉള്ളതുകൊണ്ട്. മലരയ ക്ഷേത്രം മുക്കുഴിയത്തെ ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ തൊഴുതിട്ട് നമ്മൾ നേരെ അടുത്ത താവളം പുതുശ്ശേരി. ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി. അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഇവിടെ ശബരിമല 22, പമ്പ 18, കരിമല 10, പുതുശ്ശേരി 8. അപ്പം ഇനി അടുത്തത് പുതുശ്ശേരിയിലെ 8 കിലോമീറ്റർ. അഴുതേന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കൂടുതലും ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാൻ ഇതാക്കണേ. പെരിയാറാണല്ലേ. എല്ലാ സ്ഥലത്തും ഇതേപോലെ ഫോറസ്റ്റിൻ്റെ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, കറക്റ്റായിട്ട് പറയും. പിന്നെ ആനയൊക്കെ ഇറങ്ങണതിന് ഫെൻസിങ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്, ഇവിടെയാണ് ക്ലോസ് ചെയ്യുക. 7 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ കാനനപാതയിലേക്ക് വീണ്ടും ഇറങ്ങി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുന്നതിന് 20 രൂപയും ടോയ്ലറ്റ് 20 രൂപ, മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് 20 രൂപ, അങ്ങനെയൊക്കെയാണ് ഈടാക്കുന്നത്. ഇപ്പോൾ സ്വാമിമാരൊക്കെ അതാ മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ 2ാം ദിവസത്തെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഏകദേശം വൈകുന്നേരത്തോടു കൂടി സന്നിധാനത്തിലെത്താനാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സ്വാമിയേ അയ്യപ്പന്മാരെ, സ്വാമിമാരെ, അയ്യപ്പ 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 അയ്യപ്പ
അയ്യപ്പ അയ്യപ്പ അയ്യപ്പ അയ്യപ്പ സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമി ശരണം ശബരിമലയ്ക്ക് സ്വാമിയെ കാണാൻ അയ്യപ്പോ സ്വാമിയേ. കാട്ടിൽ ആനല്ല പറഞ്ഞതാ ഫ്രഷ് ഇതാ രാവിലെ പോയതാണ്. 5:45 പോയതാണ്. അതാണ് പറഞ്ഞത് രാത്രി നടക്കരുത്. ഇവിടെ തന്നെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആന. അപ്പൊ രാത്രി നടന്നു കഴിഞ്ഞാല് ആന നമ്മളെ ഏതാ കരടിയോ? കടുവയില്ല, പുലിയില്ല, ആനയില്ല എന്നൊക്കെ പറയണത് നേരെ കണ്ട വന്നാ അറിയാം അല്ലേ? അതുകൊണ്ടാണ് രാത്രിയിൽ അടയ്ക്കുന്നത്. മാറിക്കുക തന്നെ പറഞ്ഞത്. നമുക്ക് വേണ്ടി അവർ മാറിക്കുക. ശരിക്കും പറഞ്ഞാൽ 11 അവരുടെ നാട്ടിലൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ മാന്യത നമ്മൾ കാണിക്കണം. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾ, പാത്രങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുതെന്ന് പറയണത് അതുകൊണ്ടാണ്. കാട് അവരതാണ്. അതിലൂടെയാണ് നമ്മൾ ഒരു മാസം വരുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാനനപാത വഴി ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വരണം, നിർബന്ധമായിട്ടും വരണം. എല്ലാവരും കൊണ്ടുവരണം കാനനപാത വഴി. ഇതേപോലെയാണ് ഇപ്പോൾ ഗ്യാസും കുറ്റി കൊണ്ടുവരുന്നത്. ഇവിടെ ആൾക്കാർ ചോദിക്കും കടയിലെന്താണ് പൈസ കൂടുതലെന്ന്. ഇതേപോലെ തലച്ചുമടായിട്ട് സ്വാമി ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ തലച്ചുമടായിട്ടാണ് സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റേറ്റ് നാട്ടിൽ തന്നെ റേറ്റ് കുറച്ച് മാറ്റം. അങ്ങനെ നമ്മൾ മുക്കുഴിയിൽ നിന്ന് പോന്നിട്ട് ആദ്യത്തെ താവളം വള്ളിത്തോട് താവളത്തിലെത്തി. വള്ളിത്തോട് അല്ലേ? വള്ളിത്തോട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ 2 കിലോമീറ്റർ നടന്നു. 2 ഇനിയൊരു 2 ചില്ലറ 2300 പുതുശ്ശേരി, വെള്ളാരഞ്ചറ്റ, കരിമല എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാ കടുവ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ആളുകൾക്കൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ വിരിവെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വന്നേച്ചാൽ മതി, ഫുള്ള് സൗകര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതേപോലെയാണ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. കാൽനടയായിട്ട് ഇങ്ങനെ വരിക. ഉള്ളി വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതാണ് ഇവിടെയൊക്കെ കുറച്ച് റേറ്റ് കുറച്ച് കൂടുതൽ. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത താവളത്തിലേക്ക് എത്തി. വെള്ളാരം ചെറ്റ. അപ്പോൾ മുക്കുഴിയിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ ഏതായി 2 കഴിഞ്ഞു അല്ലേ? എല്ലാം ഉണ്ട്. റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അടുത്തേതാ പുതുശ്ശേരിയോ? ഇത് വെള്ളാരം ചെറ്റ. അടുത്ത് മുക്കുഴി കഴിഞ്ഞതായിരുന്നു വെള്ളിത്തോട്, വെള്ളാരം ചെറ്റ. ഇനിയിപ്പോൾ ഏതാ പുതുശ്ശേരി ഉണ്ട്. ചെറിയാനവട്ടം അത്രേ ഉള്ളൂ അല്ലേ? ചായ കാപ്പി കുടിക്കാം. സ്വാമിമാരൊക്കെ ഇപ്പോൾ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ പോവാണ്. കഞ്ഞി കുടിക്കാം, ചായ കുടിക്കാം. ചായ കാപ്പി എല്ലാവർക്കും സൗകര്യങ്ങളുണ്ട്. അയ്യോ ജ്യൂസ് പീസ് ജ്യൂസ്. അപ്പം അടുത്ത് താവളം വരുന്നത് പുതുശ്ശേരി. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വരുന്ന വഴിക്കതാ ഒരു മരം വീണ് കിടക്കണേ. എത്ര ടൺ ഉണ്ടാവും ഇത്? ഏതാ
വാളുകൊണ്ട് മുറിച്ചിട്ടല്ലേ? എന്താ മരം ഇതോ? സ്വാമി ഇപ്പോൾ മുക്കുഴിന്നതാ ചാക്ക് 50 കിലോ കഞ്ഞിക്കുള്ളതാണോ അല്ലേ? അവിടേക്കുള്ള ആ അതാ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഇനി ഇവിടുന്ന് പുതുശ്ശേരിക്കുള്ള 2 കിലോമീറ്റർ ഇനിയുണ്ട്. കുറ്റി അവിടെ എത്തിച്ചു കൊടുത്താൽ എത്ര? 1100 അല്ലേ? നിറയ്ക്കാനല്ല ഏറ്റുകൂലിന്ന് അത് വെക്കും. അവിടുന്ന് കൊണ്ടുപോയി കൊടുത്താ ഡബിള് പൈസ വരും ശരിക്കും നമ്മളെ പണിക്കൂലി കൂട്ടുമ്പോ അല്ലേ? അതല്ല പറയേ പിന്നെ ഒരു പൈസ അങ്ങനെ കൊണ്ട് കാര്യമില്ല. വില കൂടുതൽ ഇതാണ് സംഭവം അല്ലേ? എത്തണ്ടേ? ആ അതാണ് ശരിക്കും ഇവിടെ ശരിക്കും മുക്കുഴിയിലെ കുറച്ച് കുറയ്ക്കണം. മുക്കുഴിയുടെ പൊറോട്ട 20 രൂപ വാങ്ങണ്ട, 20 വാങ്ങാൻ പാടില്ല. അത് തന്നെ ആ അല്ല അതൊക്കെ ചുമന്ന് കൊടുക്കുന്നതിന് നമ്മൾ പറയണം. അത് പക്ഷേ ഈ പറഞ്ഞ വണ്ടി വരുന്നിടത്തില്ലേ ശരിക്കും കുറച്ച് കുറയ്ക്കണം. അത് അധികാരികൾ ശ്രദ്ധിക്കണം അല്ലേ? അപ്പം അങ്ങനെ നമ്മളെ പുതുശ്ശേരി താവളത്തിലെത്തിയിട്ടോ. ഇതാണ് അടുത്ത താവളം, പുതുശ്ശേരി താവളം. ഇനി ഇവിടുന്നാണ് കരിമലയിലേക്ക് പോവുക. കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ, പുതുശ്ശേരി താവളം. ഇനി ഏതാണ് സ്വാമി? കരിമല അല്ലേ? കരിയിലാന്തോട് താഴ്വാരം. കരിയിലാന്തോട് ചെന്നിട്ട് 4 കിലോമീറ്റർ. പിന്നെ കരിമല കയറിയിട്ട് കരിമല ടോപ്പ്, പിന്നെ കരിമല ഇറക്കം. ഏകദേശം നമ്മൾ 4 മണിക്കൂറോളമായി. ഇപ്പോൾ 11:30 സമയം. 7:30 അവിടുന്ന് പോകുന്നത് 4 മണിക്കൂറായി. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് വിരിവെക്കാനും ബാത്റൂം, ഷവർ ഫെസിലിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പുതുശ്ശേരിയിൽ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ പോവാ. അപ്പോൾ ഇനി എത്ര? പമ്പയ്ക്ക് 10 കിലോമീറ്റർ. 30 കിലോമീറ്ററിന്റെ ഉണ്ടാവും. അതുണ്ടാവും. നാട്ടിൽ കൂടെ നമ്മൾ കിടക്കണ 10 കിലോമീറ്റർ പറഞ്ഞാൽ ഇവിടുത്തെ 10, നാട്ടിലത്തെ 30. എങ്ങനെ പോവുകയാണ്. ഇവിടെയൊക്കെ ക്ലോസിംഗ് ഉണ്ട്. പുതുശ്ശേരിയിലൊക്കെ ക്ലോസ് ചെയ്യും കേട്ടോ. വരുന്ന ആൾക്കാരെന്ത് ചെയ്യാൻ നോക്കുക. 3 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും. ഇവിടുന്ന് വിടൂല, കരിമലയ്ക്ക് വിടൂല. രാവിലെ 7 മണിക്ക്. അപ്പോൾ വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, അതിന് മുന്നേ റെസ്റ്റ് എടുക്കുക ഇവിടെ രാത്രിയിൽ. വൈകി കഴിഞ്ഞാൽ പിന്നെ പോകരുത്. ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് പുതുശ്ശേരി പുഴയിലേക്കാണ് കേട്ടോ. ചൂടാഹാരം നല്ല ഫ്രഷ് ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. പുതുശ്ശേരി വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബജ്ജിയൊക്കെ കഴിച്ച് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഇതാണ് പുതുശ്ശേരി പുഴ. അപ്പോൾ ഇവിടെ രാത്രിയിലൊക്കെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ കുളിച്ചിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് പോവുക. നല്ല കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ പോകാം. ഇപ്പോൾ നമ്മൾ കരിമലയ്ക്കുള്ള നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ കരിമലേൻ്റെ അടിവാരത്തെത്തി. കരിമല കയറ്റം തുടങ്ങാൻ പോവാ. 7 മല
ഇവിടെ കർപ്പൂരം കത്തിച്ചിട്ട് ആണ് അയ്യപ്പന്മാർ നേരെ കരിമല കയറുന്നത്. ഇവിടുന്ന് അങ്ങനെ തുടങ്ങുകയാണ്. 7 തട്ടായിട്ടാണ് കരിമല കയറ്റം. കരിമല കയറ്റം മാത്രം 4 കിലോമീറ്റർ ഉണ്ട്. ഇറക്കം ഒരു 3-3.5 കിലോമീറ്റർ അതുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കയറ്റത്തെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഇറക്കം ഇറങ്ങാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ 7 മല, ഒരു മല കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ലാൻഡിങ് വരും, പിന്നെ രണ്ടാമത്തെ മല, പിന്നെ ലാൻഡിങ്, അങ്ങനെയാണ് പോകുന്നത്. അയ്യപ്പന്മാർ കരിമല ഇങ്ങനെ കയറി വരിക. കരിമലേൻ്റെ 1ാമത്തെ കയറ്റം കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ലാൻഡിങ് ഉണ്ട്. ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയോ ചെയ്യുക, വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 7 മലകളാണ്. ഓരോ ചെറിയ ചെറിയ ലാൻഡിങ് ഉണ്ടാവും റെസ്റ്റ് എടുക്കാൻ. അങ്ങനെ നേരെ നമുക്ക് കരിമല ടോപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കരിമല കയറ്റത്തിലുള്ള അടുത്ത ലാൻഡിങ് ക്ഷീണത്തിന് നാരങ്ങ സോഡ. ഇവിടെയൊക്കെ പിന്നെ മിസ്റ്റർ ബട്ട്ലറിൻ്റെ സോഡ മേക്കറുണ്ട് കേട്ടോ, സോഡ ഉണ്ടാക്കണേ. അയ്യവാ, സോഡയൊക്കെ മറ്റേത് ഏറ്റി വരികയാണെങ്കിൽ എത്ര പൈസ ആവില്ലേ? ഇതാവുമ്പോൾ ക്ഷീണത്തിന് ഏറ്റവും നല്ലതാ. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ കരിമല കയറ്റം കഴിഞ്ഞിട്ട് കരിമല ടോപ്പിലെത്തി. ഇവിടെ അടിയന്തര വൈദ്യസഹായമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കരിമല ടോപ്പ്. ഇനിയൊരു ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയാനവട്ടം ചെറിയാനവട്ടം കഴിഞ്ഞാൽ പമ്പ. ഇവിടെ 3 മണിക്ക് അടയ്ക്കും. അതിന് മുന്നേ ഇപ്പോൾ 1:30 ഇനിയൊരു 1.5 മണിക്കൂറോടെ കഴിഞ്ഞാൽ അടയ്ക്കും. അതിന് മുന്നേ ഇവിടുന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ പിന്നെ രാവിലെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പമ്പയിലേക്കുള്ള യാത്രയിലാണ്. സ്വാമി കരിമല ടോപ്പിലാണ് അടിപൊളി പൊറോട്ട ഉണ്ടായിക്കൊണ്ട്. സ്വാമി പൊറോട്ട എത്ര ഇവിടെ റേറ്റ് കരിമല ടോപ്പിൽ? 28. സൂപ്പർ പൊറോട്ട. ഇതാണ് കരിമലയിലെ ഒരു കാലത്തും വെള്ളം വറ്റാത്ത കിണർ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10,000 അടി ഉയരത്തിലാണ് കേട്ടോ ഈ കരിമല. പണ്ട് കാലത്ത് അയ്യപ്പൻ വെള്ളം കുടിച്ചത് ഈ കിണറിൽ നിന്നാണെന്നാണ്. ഇത് മൂടി വെച്ചിരിക്കുക. ആരെങ്കിലും സഹായമില്ലാതെ തുറക്കാൻ പറ്റൂല, അതിൻ്റെ അടിയിലാണ്. ഒരു കാലത്ത് ഇതിൽ വെള്ളം പറ്റൂല. കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്താ അങ്ങനെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷീറ്റ് ഇട്ട് മൂടിയതാ. കരിമല കയറ്റം മാത്രമല്ല കേട്ടോ, ഇറക്കവും ഭയങ്കര ഇറക്കമാണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത് കരിമല ഇറക്കം കഠിനം പന്നയ്യപ്പാന്ന്. സ്വാമിമാരെ ഇറങ്ങണുണ്ടല്ലേ. അങ്ങനെ നമ്മൾ കരിമല ഇറക്കം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ വലിയാനവട്ടത്ത് എത്തി. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ പമ്പ.
കയറുമ്പോൾ നമ്മൾ കർപ്പൂരം കത്തിച്ച് തൊഴുന്ന പോലെ ഇറങ്ങുമ്പോഴും സ്വാമിമാരൊക്കെ ഇവിടെ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് തൊഴുതിട്ടാണ്. അങ്ങനെ നമ്മുടെ കയറ്റം ഇറക്കം എല്ലാം കഴിഞ്ഞു. ഇനി 1 കിലോമീറ്റർ കൊണ്ട് നമ്മൾ പമ്പയിലെത്തും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് താവളമായ ചെറിയാനവട്ടത്തെത്തി. ഇനി അടുത്തത് പമ്പ 1/2 കിലോമീറ്റർ. അങ്ങനെ 2 ദിവസത്തെ കാനനപാതയിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം പുണ്യ പമ്പയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുണ്യ പമ്പ. അപ്പോൾ ഇനി രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ മല കയറും. അപ്പോൾ ഞങ്ങൾ പമ്പയിലെത്തി. ഇനി ഞങ്ങൾ കുറച്ച് നേരം രാവിലെ 2-3 പൊറോട്ട കഴിച്ചിട്ട് ഇറങ്ങിയ, പിന്നെ ഇടയ്ക്ക് വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ പമ്പയിൽ കുളിച്ചിട്ട് നേരെ മല കയറും. അപ്പോൾ നമ്മുടെ വീഡിയോ 2ാം ഭാഗം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് പ്രായമുള്ള ആളുകൾക്ക് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഡോളി സർവീസ്. അപ്പോൾ ഇതാണ് ശബരിമല ഡോളി പ്രീപെയ്ഡ് സർവീസ്. 80 കിലോ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 4250 കിലോയ്ക്ക് അനുസരിച്ചാണ് ആളുടെ തൂക്കം. അപ്പോൾ പ്രായമുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ വന്നാൽ ഈ ഒരു സർവീസും അവൈലബിൾ ആണ്. ടിക്കറ്റ് അത് ഇവിടുത്തെ അല്ലേ, ദേവസ്വം ബോർഡിൻ്റെ. ഓക്കെ 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 6000 250 ടിക്കറ്റ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, പ്രായമുള്ള ആളുകൾക്കൊക്കെ 4 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ, പമ്പ ടു ശബരിമല. അപ്പോൾ ഈ ഒരു സർവീസും ഉപയോഗപ്പെടുത്താം. എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.